ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും ഈ നിമിഷവും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് NDAക്ക് BJPക്ക് നടത്താൻ കഴിഞ്ഞ മുന്നേറ്റം അത് സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു തരംഗത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തരംഗം ഉണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം നഗരസഭ അത് NDA പിടിച്ചെടുക്കുകയും BJPയുടെ മേയർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് എത്തിച്ചേർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഇനി ഇത് മറ്റുള്ള എല്ലാവർക്കും ഒരു പ്രവണതയായിട്ട് മാറാൻ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വോട്ടർമാരെ പോലും സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ BJPയിലേക്കോ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിലേക്കോ മാറിയാലും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരെ പോലും അത്തരം ഒരു തീരുമാനം എടുക്കുന്നതിലേക്കൊക്കെ നയിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള സവിശേഷമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ അത് കേരളം പിടിച്ച പോലെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ആഹ്ലാദത്തോടുകൂടി BJP പ്രവർത്തകർ ഇപ്പോൾ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു BJP മേയർ എന്ന് പറയുന്ന അവരുടെ ചിരകാല സ്വപ്നം അത് രാജ്യ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്കും ഇടയാക്കും. കേരളം എന്ന് പറയുന്ന പിടികിട്ടാ സംസ്ഥാനമായിട്ടുള്ള BJPയെ സംബന്ധിച്ചിട്ടും NDAയെ സംബന്ധിച്ചിട്ടും പിടികിട്ടാ സംസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ നഗരത്തെ ഭരിക്കുക എന്ന് പറയുന്ന ചുമതല ഒരു ഭാഗത്ത് അങ്ങനെ NDAക്കും BJPക്കും ലഭിക്കുമ്പോൾ മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്ന LDFനെ സംബന്ധിച്ചിട്ട് ആ LDFിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് അവരുടെ മുകളിൽ ഈ NDAയുടെ അധികാരത്തോടുകൂടി കോർപ്പറേഷൻ ഭരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് LDFനെ സംബന്ധിച്ചിട്ടും CPIഎമ്മിനെ സംബന്ധിച്ചിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി എന്നുള്ളതിലേക്ക് അവർക്ക് കാണേണ്ടി വരും. അതിനെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള വിശദീകരണങ്ങൾ UDFിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തേക്കാം. പക്ഷേ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ വലിയ രീതിയിൽ ഭരിച്ചോ ഇല്ലയോ എന്നുള്ള സംശയം വരും. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പരാതിയെ അതിനെ പ്രതിരോധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള സംഭാഷണങ്ങൾ വരികയുണ്ടായി. അതിനെ എതിർത്തുകൊണ്ട് VD സതീഷിൻ്റെ വാക്കുകൾ വന്നുവെങ്കിൽ പോലും വാസ്തവത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും ആശ്വസിക്കാവുന്ന രീതിയിലേക്കാണ് UDFിൻ്റെയും മുന്നേറ്റം വരുന്നത്. തനിക്കെതിരായിട്ടുള്ള ആരോപണം അത് പൊതുജനത്തിൻ്റെ മനസ്സിൽ ഏശിയില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്തേക്കും. എന്തായാലും 2010 വലിയ രീതിയിലുള്ള മുന്നേറ്റം UDFിൻ്റെ തേരോട്ടം എന്നുള്ളതിലേക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് ഗ്രാമമേഖലകളിൽ മാത്രമല്ല ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. പഴയ പ്രതാപത്തിലേക്ക് UDF തിരിച്ചു വന്നു എന്ന് പറയാൻ കഴിയുന്നു. ആലപ്പുഴ ജില്ലയിലടക്കം UDFിൻ്റെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കിയിലും കോട്ടയത്തും വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്താൻ അവർക്ക് കഴിഞ്ഞു. എറണാകുളത്തും ആ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞു. തിരുവനന്തപുരം BJP NDA പിടിച്ചടക്കുന്ന അവസ്ഥ വരുന്ന സമയത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, അവിടെ ഈ NDA അധികാരത്തിൽ വരുന്ന ഒഴിവാക്കാനായിട്ട് UDFിൻ്റെയും LDFിൻ്റെയും വോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ മാതൃകയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് അതിനെ എതിർക്കുകയുണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനത്തെ റിസൾട്ട് വരട്ടെ എന്നാണ് സൂചിപ്പിച്ചത്. ആ സമയത്ത് ഏകദേശം UDFിൻ്റെയും LDFിൻ്റെയും വോട്ടുകൾ ഒരുമിച്ച് ചേർത്താൽ NDAയുടെ വോട്ടിനെ മറികടക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് NDA മാറുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ NDA അപ്രതിരോധ്യമായിട്ടുള്ളൊരു ഇടത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം കേരള കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള LDFിലെ ഘടകകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണിയോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എല്ലാ മുന്നണികളിലെയും വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും അഭിനന്ദിക്കുന്നുവെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വിശാല ഹൃദയനായിട്ടുള്ള ജോസ് കെ മാണി എല്ലാ മുന്നണികളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും അഭിനന്ദിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഏത് മുന്നണിയിലേക്കും ഇപ്പോഴുള്ള മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള പ്രാഥമികമായിട്ടുള്ള സൂചനാ പ്രകടനം നടത്തിയിരിക്കുന്നു എന്നും ഈ നിമിഷങ്ങൾ പറയാൻ കഴിയും. അതങ്ങനെ തന്നെയാണ് MS. എന്തായാലും ജോസ് കെ മാണിയുടെ ആ പ്രതികരണം ഏറെ ശ്രദ്ധേയമാകും, അത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പാലാ നഗരസഭയിലടക്കം ഈ ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്
കൂടുതൽ പരിഗണന നൽകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിഗണനയൊക്കെ അത് അത്രത്തോളം ഫലവത്തായില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഫലത്തിൽ നിന്ന് കണ്ടു. UDF-ന്റെ ആ ഒരു തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. 2010 ആവർത്തിക്കുമെന്ന് നേതാക്കളൊക്കെ പറഞ്ഞു. MM ഹസൻ പറഞ്ഞു, മുതിർന്ന നേതാവ് MM ഹസൻ പറഞ്ഞു. ഒപ്പം നിരവധി നേതാക്കൾ NK പ്രേമചന്ദ്രൻ MP തരത്തിലൊരു പ്രതികരണം നടത്തി. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു കേരളത്തെ. സെമി ഫൈനൽ UDF തൂക്കിയിരിക്കുന്നു. ഇനി ഇത് തന്നെയായിരിക്കുമോ ഫൈനലിൽ പ്രതിഫലിക്കുക എന്നുള്ള ചർച്ചകളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം NDAയുടെ കരുത്തു കാട്ടുന്ന പ്രകടനം കൂടി ഏറെ ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ രാജ്യമാകെ ശ്രദ്ധ നേടുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയതിനോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സുപ്രധാനമായ നീക്കങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഒപ്പം കൂടുതൽ അല്ലെങ്കിൽ മുൻപേ അവിടുന്ന് ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമായിരുന്നു അന്ന് ഒരു തവണ കിട്ടിയിരുന്നത് നിയമമായിരുന്നു. ഇത്തവണ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കി എന്നുള്ള ഒരു വ്യക്തമായ ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 45 സീറ്റുകളോടെ NDA മുന്നിലാണ്. തൊട്ടുപുറകിൽ LDF ആണ്.